തന്റെ അനുയായികളെ വിട്ടയച്ചില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ബോംബ് വയ്ക്കുമെന്ന ഭീഷണിയുമായി ഗുണ്ട തീക്കാറ്റ് സാജൻ. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോണിൽ വിളിച്ചാണ് സാജന്റെ ഭീഷണി. സാജന്റെ പിറന്നാൾ ആഘോഷത്തിനായി ഇന്നലെ തൃശൂരിൽ ഒത്തുകൂടിയ 32 പേരെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കെ അഖിൽ ചേരുന്നു. അഖിൽ, എന്താണ് സംഭവം? തന്നെ ഇന്നലെയാണ് ഇത്തരത്തിൽ ഈ തീക്കാറ്റ് സാജന്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട പിറന്നാൾ ആഘോഷം തൃശൂർ റൗണ്ടിലുള്ള തെക്കേ ഗോപുരനടയ്ക്ക് മുൻപിൽ നടത്താനായി ഇവർ പദ്ധതി ഇട്ടിരുന്നത്. വാട്സപ്പിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും പദ്ധതി ഇട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു സംഘം പ്രവർത്തിച്ചിരുന്നത്. ഈ ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെ ഈ തീക്കാറ്റ് സാജന്റെ പേരിൽ സാജൻ ബായ് എന്ന പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. ഈ അക്കൗണ്ടിലൂടെ തന്നെ നിരവധിയായ യുവാക്കളെയാണ് ഇത്തരത്തിൽ ഈ ഗുണ്ടാ തരത്തിൽ ആവേശം മോഡൽ വീഡിയോകളൊക്കെ തന്നെ ഇട്ടുകൊണ്ട് സ്വാധീനിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഒരു സംഘം 32ഓളം പേർ ഒത്തുകൂടിയതെന്ന് രഹസ്യവിവരം വെച്ചാണ് ഈസ്റ്റ് പോലീസ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കടന്നത്. 16 പ്രായപൂർത്തിയാവാത്തവരടക്കം 32 പേരെയാണ് ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതിൽ ഈ പ്രായപൂർത്തിയാവാത്ത ആളുകളെ ഈ ചൈൽഡ് വെൽഫെയർ അസോസിയേഷൻ അറിയിച്ച ശേഷം ബന്ധുക്കളുടെ കസ്റ്റഡിയിലേക്ക് ആ 16 പേരെ വിട്ടു. മറ്റ് ഉള്ളവർക്കെതിരെയാണ് ഇത്തരത്തിൽ കരുതൽ തടങ്കൽ, അതായത് ഈ ഒരു സംഘം ചേർന്നുകൊണ്ട് ഒരു ഗുണ്ട സംഘം ഫോം ചെയ്യാനുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് കരുതൽ തടങ്കൽ നടപടിയിലേക്ക് പോലീസ് കടന്നത്. ഇവരെ പുറത്ത് വിട്ടില്ല ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബ് എറിയും എന്നുള്ള കാര്യം ഒരു സന്ദേശമാണ് ഈ സാജൻ നേരിട്ട് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ട് ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ തന്റെ അനുയായികളെ എത്രയും പെട്ടെന്ന് വിട്ടില്ലെങ്കിൽ ബോംബ് എറിയും എന്നുള്ള ഈ തരത്തിലേക്കാണ് പോകുന്നത്. ഒപ്പം തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരവധിയായ ആളുകൾ ഈ സാജനെ പിന്താങ്ങുന്ന പലരും ഇത്തരത്തിൽ പോലീസിനെതിരായ പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ SJ കമ്പനി അല്ലെങ്കിൽ സാജൻ ബായ് എന്ന് പറയുന്ന അക്കൗണ്ടിനെ മെൻഷൻ ചെയ്തും ഇടുന്നുണ്ട്. നിലവിൽ എന്തായാലും ഈ സാജനായിട്ടുള്ള അന്വേഷണത്തിലാണ് പോലീസ്. സാജനെ എത്രയും പെട്ടെന്ന് കസ്റ്റഡി എടുക്കാനുള്ള നടപടിയിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. ധന്യ.